ശ്രീയിൽ മന്ത്രിസഭാ യോഗത്തിൽ ഉചിതമായ നിലപാട് സ്വീകരിക്കാൻ പാർട്ടി മന്ത്രിമാരെ ചുമതലപ്പെടുത്തി സിപിഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ഇക്കാര്യത്തിൽ ഉപസമിതി അടക്കമുള്ള കാര്യങ്ങളിൽ മന്ത്രിസഭ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് സൂചന. സിപിഎമ്മിന്റെ സമവായ നിർദ്ദേശം അംഗീകരിക്കാനും ധാരണയായെന്നാണ് വിവരം. മാത്രമല്ല, ഈ സംഭവങ്ങൾക്ക് രാഷ്ട്രീയ നാടകമാണെന്നത് ശരിവെക്കുന്നതാണ് സിപിഐയുടെ പുതിയ നിലപാട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കേരള കാർഷിക സർവകലാശാലയിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കിയെന്ന് തെളിയിക്കുന്ന രേഖകൾ ജനം ടിവിക്ക് ലഭിച്ചു. ദീക്ഷാരംഭം എന്ന പേരിലാണ് പുതിയ ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് ഓറിയന്റേഷൻ നൽകുന്നത്. ദീക്ഷാരംഭം എന്ന പേര് സ്വീകരിക്കുന്നതിനെതിരെ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ എതിർപ്പുയർന്നിരുന്നു. എന്നാൽ ആ എതിർപ്പും മാറ്റിയാണ് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയത്. PM ശ്രീ വിഷയത്തിൽ കടുത്ത നിലപാടുയർത്തി വിദ്യാഭ്യാസ വകുപ്പിനെയും സർക്കാരിനെയും CPI വെട്ടിലാക്കിയിരിക്കുന്നതിനിടയിലാണ് സ്വന്തം വകുപ്പിൽ ദേശീയ വിദ്യാഭ്യാസ നയം അരക്കിട്ടുറപ്പിച്ചു എന്നതിൻ്റെ തെളിവുകൾ പുറത്തുവരുന്നത്. പരമ്പരാഗത മൂല്യങ്ങളിൽ ഊന്നിയുള്ള പഠനമാകണം നടത്തേണ്ടതെന്ന് സിലബസിൽ തന്നെ നിർദ്ദേശിക്കുന്നു. പുതിയ ബാച്ചിലെ കുട്ടികൾക്ക് നൽകുന്ന ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ പേര് കേന്ദ്രം നിർദ്ദേശിച്ച ദീക്ഷാരംഭം എന്ന് തന്നെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പേര് കൊടുക്കാനുള്ള തീരുമാനത്തിനെതിരെ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ തന്നെ എതിർപ്പ് ഉയർന്നിരുന്നു. എന്നാൽ ഈ എതിർപ്പിനെ മറികടന്നാണ് ആ പേര് തന്നെ കൊടുക്കുകയും ചെയ്തത്. വെള്ളായണി, തൃശൂർ, പടനക്കാട്, അമ്പലവയൽ, കുമരകം എന്നിങ്ങനെ 5 ക്യാമ്പസുകളാണ് കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ളത്. NEP പ്രകാരം 2ാമത്തെ ബാച്ചിന്റെ പഠനം ഇന്ന് ആരംഭിക്കുകയും ചെയ്തു. ജനം, തൃശൂർ.